ജീവിതത്തിൽ ചിന്താകുലങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെയില്ല. വ്യസനം, മനോവ്യസനം, ഭീരുത്വം, ചിന്താഭാരം ഇവയൊക്കെ ആകുലതകളിൽ പെടുന്നതാണ്. വേദപുസ്തകത്തിൽ ഇവയിൽ പലതും ഉള്ള ചിലരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദാവീദ് വളരെ കഷ്ടതയിലായ ഒരു സന്ദർഭം നാം 1 ശമൂവേൽ 30-ാം അധ്യായത്തില് വായിക്കുന്നുണ്ട്. ദാവീദും അവന്റെ ആളുകളും സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്യർ അവരെ ആക്രമിച്ചു. അവർ സിക്ലാഗിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. മാത്രമല്ല, അവർ ദാവീദിന്റെ ഭാര്യയായ അഹിനോവിനെയും അബീഗേലിനെയും മറ്റുള്ളവരുടെ ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. പിന്നീട് ദാവീദ് എന്തു ചെയ്തു എന്ന് വചനം പറയുന്നു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. 1 ശമൂവേൽ 30:6. ആകുലതകളിൽ ദാവീദ് ബലപ്പെട്ടപ്പോൾ നിഷ്പ്രയാസം അമാലേക്യരെ തോൽപ്പിക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. ദൈവം നമ്മുടെ ആകുലതകൾ കാണുന്നവനാണ്. ജീവിതത്തിൽ കഷ്ടങ്ങൾ ഇല്ല എന്ന് തമ്പുരാൻ പറഞ്ഞിട്ടില്ല. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ 16:33. ഏകജാതനായ മകനെ യാഗം അർപ്പിക്കുവാൻ കൽപ്പിച്ചപ്പോൾ താങ്ങാനാവാത്ത ഭാരം അബ്രഹാമിന് ഉണ്ടായി കാണും. എന്നാൽ വിശ്വാസത്താൽ ധൈര്യപ്പെട്ടു. യഹോവ കരുതിക്കൊള്ളും എന്ന് തീവ്രമായ വേദനയുടെ നടുവിൽ വിശ്വസിച്ചു. ഇസ്ഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ ദൈവം ഒരുക്കി. ദൈവത്തിന്റെ കരുതൽ എത്രയോ വലുതാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായി ദൈവം ഇറങ്ങി വരും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ മനസ്സിനെ ആടി ഉലച്ചപ്പോൾ, വാവിട്ട് കരഞ്ഞപ്പോൾ, രോഗിയായി ആശുപത്രിയിൽ ഐസിയുവിൽ കിടന്നപ്പോൾ, സകലതും നഷ്ടപ്പെട്ടപ്പോൾ, സകലരും കൈവെടിഞ്ഞപ്പോൾ, ഉറ്റവർ വേർപിരിഞ്ഞപ്പോൾ ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ചില്ലേ? ആ സന്ദർഭങ്ങളിലെല്ലാം ദൈവം സമീപത്തിരുന്ന് വിവിധ തരത്തിൽ അവൻ നമ്മെ ആശ്വസിപ്പിച്ചു. അവൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരുമോ? ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടും വീണ്ടും ആകുലതകളും ചിന്താഭാരങ്ങളും നമ്മെ അലട്ടുന്നുണ്ടോ? നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ് കഷ്ടതകൾ ആകുലതകളായി മാറുന്നത്. ഹന്ന മനോവ്യസനമുള്ള സ്ത്രീയായിരുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ജീവിച്ച അവൾ എല്ലാവരുടെയും നിന്ദാപാത്രമായി. പെനീനായുടെ കുത്തുവാക്കുകൾ അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഹൃദയം നുറുങ്ങിയപ്പോൾ അവൾ ദേവാലയത്തിലേക്ക് ഓടി. ഹൃദയം നുറുങ്ങി കരഞ്ഞപ്പോൾ ദൈവം ചാരി ഇറങ്ങി വന്നു. അവൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ദൈവം ഹനനയാഗത്തെക്കാളും ഹോമയാഗത്തെക്കാളും പ്രസാദിക്കുന്നത് ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയിലാണ്. ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങിയാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന നിശ്ചയമായും കേൾക്കും. അതിനാൽ സകല ഭാരങ്ങളും അത് വഹിക്കുവാൻ ശക്തനായ ദൈവത്തിൻ കരങ്ങളിൽ നമുക്ക് കൊടുക്കുവാൻ കഴിയണം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. 55-ാം സങ്കീർത്തനം 22-ാമത് വചനം. അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. 1 പത്രോസ് 5:7. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.